Hello guys, welcome back to my YouTube channel. You are watching It's Me Anagha. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നുള്ളത് തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എങ്കിലും അത് പറയേണ്ടത് എൻ്റെ ജോലിയാണല്ലോ. അപ്പോൾ ഞാൻ പറയാം. നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ദിവസം മുന്നേ ഞാനൊരു ഡ്രോയിങ് വീഡിയോ ഇട്ട സമയത്ത് കുറേ പേരൊന്നുമില്ല എങ്കിലും കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണിത് വരയ്ക്കുന്നത്, അല്ലെങ്കിൽ ഗ്രിഡ് ഉപയോഗിച്ചാണോ വരയ്ക്കുന്നത്, ഗ്രിഡ് എങ്ങനെ ഒരു ഫോട്ടോ എങ്ങനെ ഗ്രിഡാക്കാം, എങ്ങനെ അത് സ്റ്റെൻസിലാക്കാം, അതിൻ്റെ അളവ് എത്ര, അങ്ങനെ കുറച്ച് കുട്ടി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എങ്കിലും ഇതൊരു വീഡിയോ ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം, അപ്പോൾ എല്ലാവർക്കും കാണാമല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ ഇടാൻ വേറെ കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് കണ്ടാക്കാന്ന്. അപ്പം ഡൗട്ടുള്ളവർക്ക് ഡൗട്ട് മാറിക്കിട്ടുകയും ചെയ്യും, എനിക്കൊരു കണ്ടന്റും ആവും. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അത് കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും, പിന്നെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാൻ തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത്, ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വീഡിയോ എടുത്തിട്ടൊന്നും വേറെ ആരുമില്ല. അപ്പം അതിൻ്റെതായ കുറച്ച് ക്വാളിറ്റി കുറവും കുറച്ചൊക്കെ കാണും. അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേ പറ്റത്തുള്ളൂ. പിന്നെന്തോ പറയാൻ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ ഞാൻ വലിയ എക്സ്പേർട്ടൊന്നുമല്ല പടം വരയ്ക്കാൻ, ഞാനും പഠിച്ച് വരുന്നതേ ഉള്ളൂ. എങ്കിലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു എന്താ പറയുന്നത് സന്മനസ് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. പിന്നെ ചെറിയ ഷേക്കൊക്കെ കാണും വീഡിയോയ്ക്കകത്ത്. ഷേക്ക് എന്ന് വെച്ചാൽ അതല്ല, കുറച്ച് കുലുക്കൊക്കെ കാണും. എനിക്ക് ട്രൈപ്പോഡൊന്നുമില്ല, ഞാൻ വളർന്നു വരുന്നൊരു യൂട്യൂബർ ആയതുകൊണ്ട് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പം നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന പോണൊക്കെ ഞാൻ എല്ലാം വൃത്തിയായിട്ട് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ഈ വീഡിയോ ഇന്നലെ രാത്രി തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇൻട്രോ എടുത്തിട്ടില്ല. അപ്പോൾ ഇൻട്രോ ആണ് ഞാനിപ്പോൾ എടുക്കുന്നത്. നിങ്ങൾ പോയി വീഡിയോ കണ്ടിട്ട് വരൂ. ബൈ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ ഗ്രിഡ് ലൈൻസ് എങ്ങനെ ഒരു പേപ്പറിലോട്ട് വരയ്ക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ്സ് എങ്ങനെയാണ്, നമ്മൾ എങ്ങനെ പോയിൻ്റ് അടയാളപ്പെടുത്തണം എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഷീറ്റ് പേപ്പറും സ്കെയിലും പെൻസിലും ഇറേസറുമാണ് ആവശ്യം. നിങ്ങൾക്ക് ഏത് ഷീറ്റ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, ഞാൻ സാധാ ഒരു ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഐവറി ഷീറ്റോ A4 A3 എന്ത് വേണമെങ്കിലും എടുക്കാം വരയ്ക്കാനായിട്ട്. ഐവറി ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ, A3 A4 എന്ത് വേണമെങ്കിലും ആകാം. അതിനകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും പോയിൻറ്റ്സ് അടയാളപ്പെടുത്താൻ പോവുകയാണ്. ആ പോയിൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഗ്രിഡ് വരയ്ക്കുന്നത്. അപ്പോൾ പോയിൻറ്റ്സ് എങ്ങനെ അടയാളപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ ഹൊറിസോണ്ടലായിട്ട് ഞാനൊരു 10 പോയിൻറ്റ്സും വെർട്ടിക്കലായിട്ട് ഒരു 14 പോയിൻറ്റ്സുമാണ് സാധാരണ ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഹൊറിസോണ്ടലായിട്ട് നമ്മൾ പോയിൻറ്റ്സ് അടയാളപ്പെടുത്തുമ്പം 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം എടുക്കാൻ. അതായത് 2നെ ഫസ്റ്റ് പോയിൻ്റായിട്ടും 4 സെൻറ്റിമീറ്റർ വരുമ്പോൾ സെക്കൻഡ് പോയിൻ്റായിട്ടും 6 സെൻറ്റിമീറ്റർ വരുമ്പം തേർഡ് പോയിൻ്റുമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതായത് അതിൻ്റെ ഇതിൽ കാണിച്ചേക്കുന്ന പോലെ 2 സെൻറ്റിമീറ്റർ ഫസ്റ്റ് പോയിൻ്റായിട്ടും 4 സെൻറ്റിമീറ്റർ സെക്കൻഡ് പോയിൻ്റായിട്ടും അങ്ങനെ നമ്മൾ 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് ഹൊറിസോണ്ടലായിട്ട് ഒരു 10 പോയിൻറ്റ്സ് അടയാളപ്പെടുത്തണം. ഇതേ പ്രോസസ്സ് തന്നെ വെർട്ടിക്കലായിട്ട് നമ്മളൊരു 14 പോയിൻറ്റ്സ് വേണം അടയാളപ്പെടുത്താൻ. 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പാണ് ഞാൻ എടുക്കാറ്. അങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മളുടെ 4 സൈഡിലും ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും പോയിൻറ്റ്സ് അടയാളപ്പെടുത്തുക. ഹൊറിസോണ്ടലാകുമ്പം 10 പോയിൻറ്റ്സ്, വെർട്ടിക്കലാകുമ്പോൾ 14 പോയിൻറ്റ്സ്. ശേഷം നമ്മൾ ഈ ഓപ്പോസിറ്റ് സൈഡ്സ് തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് ഒരു വലിയ സ്കെയിലായിരിക്കും ഉപയോഗിക്കുന്നത് നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ സ്കെയിലേ ഉള്ളൂ. ഞാൻ എൻ്റെ ഡ്രോയിങ് മെറ്റീരിയൽസൊക്കെ ഹോസ്റ്റലിലാണ്. അപ്പോൾ ഞാൻ വീട്ടിലുള്ളത് കൊണ്ടാണ് എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചെറിയ സ്കെയിൽ യൂസ് ചെയ്യുന്നത്. വലിയ സ്കെയിലായിരിക്കും പെർഫെക്റ്റ്. അതാകുമ്പോൾ നമുക്ക് വളഞ്ഞൊന്നും പോകത്തില്ല, നേരെ തന്നെ വരയ്ക്കാം. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് തമ്മിൽ നമ്മൾ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ജോയിൻ ചെയ്ത് കൊടുക്കാം. ജോയിൻ ചെയ്ത് വരുമ്പം നമുക്ക് ഒരു സ്ക്വയേഴ്സ് കിട്ടും. ആ സ്ക്വയേഴ്സിനകത്ത് നമ്മൾ നമ്പേഴ്സ് അടയാളപ്പെടുത്തുക. ഹൊറിസോണ്ടലായിട്ട് 10 നമ്പേഴ്സ് നമ്മൾ അടയാളപ്പെടുത്തുക, വെർട്ടിക്കലായിട്ട് 14 നമ്പേഴ്സും. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ നമ്പേഴ്സ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഔട്ട്ലൈൻസ് അതേ ബോക്സിൽ തന്നെ തെറ്റാതെ വരയ്ക്കാൻ വേണ്ടി സഹായിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്പേഴ്സ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഒരു സ്റ്റെൻസിലാക്കാൻ നോക്കാം. അതിന് നമ്മുടെ പിക്സാർട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് എഡിറ്റ് ഫോട്ടോ എടുത്തതിന് ശേഷം ഏത് ഫോട്ടോയാണോ നിങ്ങൾക്ക് സ്റ്റെൻസിലാക്കേണ്ടത് അതെടുക്കുക.
അതിനുശേഷം അതിനകത്ത് കട്ടൗട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ കട്ടൗട്ടിനകത്ത് പേഴ്സൺ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കാം. എത്രത്തോളം നിങ്ങൾക്ക് വേണോ അത്രത്തോളം സെലക്ട് ചെയ്ത ശേഷം അത് സേവ് ചെയ്യാം. അതിനുശേഷം അതിന് ഫിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഫിറ്റിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് ഏത് സൈസിലാണോ വേണ്ടുന്നത് അത് ആക്കി കൊടുക്കുക. ഞാനിപ്പോൾ 3:4 ആണ് എടുത്തിട്ടുള്ളത്. അത് ഫിറ്റ് ചെയ്ത ശേഷം എഫക്ട്സിനകത്ത് പോയിട്ട് ഇപ്പോൾ നമുക്ക് എഫക്ട്സ് കാണിക്കാൻ പറ്റത്തില്ല അത്. അപ്പം എഫക്ട്സിനകത്ത് കളേഴ്സ് എന്നൊരു ഓപ്ഷനിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ സ്റ്റെൻസിലാക്കുന്നത്. അതിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് സ്റ്റെൻസിലാക്കി എടുക്കാവുന്നതാണ്. അപ്പം കളേഴ്സിനകത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ശേഷം അത് സേവ് ചെയ്തതിന് ശേഷം നമുക്കിത് ഗ്രിഡാക്കാം. ഗ്രിഡായിട്ടൊരു ആപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഗ്യാലറി പോയിട്ട് നമ്മൾ ആ സേവ് ചെയ്ത് വെച്ച സ്റ്റെൻസിൽ എടുത്തതിന് ശേഷം അത് ഗ്രിഡാക്കാം. അതിനായിട്ട് ആ ഫോട്ടോ എടുക്കുക. അപ്പം നമ്മളിത് ഈ ആപ്പിലോട്ട് എടുക്കുമ്പം ഇത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇതിനകത്ത് നമ്മൾ റോയും കോളവും നമ്മൾ 14 എടുക്കുക വേർട്ടിക്കലായിട്ടുള്ളത്. കോളം നമുക്ക് 10 എടുക്കാം ഹൊറിസോണ്ടലായിട്ട്. അപ്പോൾ ഇങ്ങനെ വരും. നമുക്ക് ആ ഇമേജിൻ്റെ കളറൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം നമുക്ക് വരയ്ക്കുമ്പം പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ ആക്കി കൊടുക്കാം. ഞാൻ ഇങ്ങനെയാണ് എടുക്കാറ്. അപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹൊറിസോണ്ടലായിട്ട് 10 കൊടുത്തു, വെർട്ടിക്കലായിട്ട് 14 കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഈ ഇമേജ് വരുന്നത്. ഈ ഇമേജ് നമുക്കിനി സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലൊരു ഐക്കണുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഇമേജ് നമ്മുടെ ഗ്യാലറിയിലോട്ട് സേവ് ആയിട്ടുണ്ട്. ഈ ഇമേജ് നോക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ പേപ്പറിലോട്ട് ആ ഒരു ഇമേജ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആ ഇമേജിലുള്ള കോളത്തിലെ നമ്പേഴ്സ് നോക്കിയിട്ട് അതാത് കോളത്തിൽ ഏതാണോ വരുന്നത് അത് വരച്ചു കൊടുക്കാം. അങ്ങനെ ആദ്യം ഔട്ട്ലൈൻ വരച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചെറിയ ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം ആ ഒരു ഡ്രോയിങ്ങിൻ്റെ ഫിനിഷ് ചെയ്ത ഡ്രോയിങ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പം ഇന്ന് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.